ബാംഗ്ലൂരിലെ അപ്പാർട്ട്മെന്റിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. കണ്ണൂർ സ്വദേശി ആരവിനെയാണ് കർണാടക പോലീസ് പിടികൂടിയത്. രാത്രിയോടെ പ്രതിയെ ബംഗളൂരുവിലെത്തിക്കും. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ എ ആണ് ചേരുന്നത്. നിഖിൽ, എവിടെ നിന്നാണ് ആരവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? കൊലപാതകത്തിന്റെ കാരണം വല്ലതും ഇയാൾ പറയുന്നുണ്ടോ? കൃഷ്ണൻ, എവിടെ നിന്നാണ് ആരവിനെ പിടികൂടിയത് എന്ന് കർണാടക പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ കർണാടകയ്ക്ക് പുറത്തു നിന്നാണ് ആരവ് പിടിയിലായതെന്ന് കർണാടക പോലീസ് വിവരം നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലടക്കം, കാരണം ആരവിന്റെ വീട് കണ്ണൂർ തോട്ടടയിലാണ്, കണ്ണൂരിലടക്കം കർണാടക പോലീസ് എത്തി നേരിട്ട് തന്നെ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ആരവിന്റെ തോട്ടടയിലെ വീട്ടിലും ഒപ്പം തന്നെ ബന്ധുവീടുകളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ കർണാടക പോലീസ് എത്തി അന്വേഷണം നടത്തിയിരുന്നു. അതേസമയം എവിടെ നിന്നാണ് ആരവിനെ കസ്റ്റഡിയിൽ എടുത്തത് എന്ന കാര്യം ഇപ്പോഴും കർണാടക പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി ബാംഗ്ലൂരിൽ എത്തിക്കുന്നതിന് ശേഷമായിരിക്കും അത്തരം വിവരങ്ങൾ പുറത്തു വരിക. ബാംഗ്ലൂരിൽ എത്തിച്ച ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്ത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഉൾപ്പെടെയുള്ള എന്താണ് കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക. ഏതായാലും നവംബർ 25-ാം തീയതിയാണ് ബംഗളൂരു ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ ഇത്തരത്തിൽ മായ ഗൊഗോയ് എന്ന് പറയുന്ന ആസാം സ്വദേശിനിയായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നവംബർ 23-ാം തീയതിയാണ് മായയും ഒപ്പം തന്നെ ആരവും ഈ അപ്പാർട്ട്മെന്റിൽ റൂം എടുക്കുന്നത്. 23-ാം തീയതി തന്നെ ആരവ് മായയെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതിനുശേഷം 24-ാം തീയതി പൂർണ്ണമായും ആ മുറിയിൽ തന്നെ ആരവ് ഇരുന്നു. പിന്നീട് പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ അന്വേഷണത്തിൽ നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളായിരുന്നു. കാരണം ഈ അപ്പാർട്ട്മെന്റിൽ 23-ാം തീയതി ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തിയാണ് മുറിയെടുക്കുന്നത്. അവിടെ ആരവിന്റെ തന്നെ ID കാർഡ് ഉൾപ്പെടെ നൽകിയാണ് മുറിയെടുക്കുകയും ചെയ്തത്. അതിക്രൂരമായ കൊലപാതകം തന്നെയാണ് ആരവ് നടത്തിയത്. കാരണം ശരീരമാകെ കുത്തി മുറിവേൽപ്പിച്ച നിലയിലായിരുന്നു മായയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 വർഷം മുൻപാണ് ആരവ് ബംഗളൂരുവിലേക്ക് പഠിക്കാനായി പോയത്. HR-വുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ കോഴ്സിന്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബാംഗ്ലൂരുവിലും ഒരു സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തു വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മായയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതും മായയുടെ ആസാമിലെ വീട്ടിൽ ഉൾപ്പെടെ ആരവ് പോകാറുണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും പഴുതടച്ച ഒരു അന്വേഷണമായിരുന്നു ഇക്കാര്യത്തിൽ കർണാടക പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം മൊബൈൽ ഫോൺ ഓഫ് ചെയ്തതിന് ശേഷമാണ് ആരവ് ബംഗളൂരു വിട്ടത്. പിന്നീട് എവിടേക്കാണ് പോയതെന്ന് പോലീസിന് കണ്ടെത്താൻ വലിയ പ്രയാസമായിരുന്നു. ഇതിന്റെ ഭാഗമായി വ്യാപകമായ തിരച്ചിലാണ് നടത്തിയത്. ആരവിന്റെ തോട്ടടയിലെ വീട്ടിലും ഒപ്പം ബന്ധുവീടുകളിലും എല്ലാം തന്നെ കേരള പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ നടത്തി. പിന്നീട് കർണാടക പോലീസ് നേരിട്ട് കണ്ണൂരിലെത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എവിടെ നിന്നാണ് ആരവിനെ കർണാടക പോലീസ് പിടികൂടിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. ശരി, നിഖിലയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.